എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAEയും മധ്യേഷ്യയുടെ ഭാഗതയെ നിർണ്ണയിക്കുന്ന രണ്ട് അതിശക്തമായിട്ടുള്ള രാജ്യങ്ങളാണ്. എണ്ണസമ്പന്നമായിട്ടുള്ള ഈ ഗൾഫ് രാജവാഴ്ചകൾ ദീർഘകാലമായിട്ട് പാശ്ചാത്യ ശക്തികളുടെ പ്രധാന പങ്കാളികളുമാണ്. പല ദശകങ്ങളായിട്ട് ഇവർ അത്യന്തം അടുത്ത സഖ്യകക്ഷികളായിരുന്നു. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ. പലരും ഇപ്പോഴും ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഇവരതുപോലെ ചക്കരയും തേനുമാണെന്നുള്ളതാണ് കേട്ടോ. എന്നാൽ ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ ഇവർ നാണയങ്ങളെ പോലെ തന്നെ ആയിരുന്നു പണ്ട്. പ്രാദേശിക സ്ഥിരത തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലനിർത്താനായിട്ട് ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇരുവരും ഒരേ പക്ഷത്ത് നിന്നു. ഇറാൻ്റെ സ്വാധീനത്തെ കൂട്ടായിട്ട് എതിർത്തു. 2017 ഖത്തറിനെതിരെ ഒരുമിച്ച് ഉപരോധം ഏർപ്പെടുത്തി. ഇങ്ങനെയെല്ലാം അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുമിച്ച് നിന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റിയാദും അബുദാബിയും തമ്മിൽ ഒരു സൂക്ഷ്മമായ എന്നാൽ അതിശക്തമായിട്ടുള്ള ഒരു മത്സരം വളർന്നു വരുന്നുണ്ട്. പുറമേ സൗഹൃദം നിലനിർത്തുമ്പോഴും ഇരു രാജ്യങ്ങളും ദേശീയ താല്പര്യങ്ങൾ പതിയെ വിപരീത ദിശകളിലേക്ക് നീക്കി തുടങ്ങിയിരിക്കുന്നു. തങ്ങൾക്കിടയിലെ ഈ പരമ്പരാഗത കൂട്ടുകെട്ട് എങ്ങനെ ശിഥിലമായെന്നും സൗദി UAE വൈരാഗ്യത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്ന് നമ്മൾ നിഷ്പക്ഷവും വസ്തുതാപരമായിട്ട് ചർച്ച ചെയ്യും. കൂടാതെ ഗൾഫുമായിട്ടുള്ള നമ്മളുടെ ആഴത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള ബന്ധം കാരണം ഈ മാറ്റങ്ങൾ കേരളത്തെ എങ്ങനെ ബാധിക്കും എന്നതും നമ്മൾ പരിശോധിക്കും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിരത മുതൽ പ്രവാസി മലയാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം വരെ ഈ വൈരാഗ്യത്തിന്റെ അലകൾ എത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾ എങ്ങനെയാണ് കരുതലോടെയുള്ള എതിരാളികളായി മാറിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഇങ്ങനെ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ അറിയുന്നതിനോടൊപ്പം നമ്മുടെ പണം വളർത്താൻ വേണ്ടി പുതിയതായി വരുന്ന നിക്ഷേപ പദ്ധതികളെ പറ്റിയിട്ടും നിങ്ങളെ ഞാൻ അറിയിക്കാറുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 500 കമ്പനികളിൽ ലാഭവിഹിതം നിക്ഷേപകന് കൊടുക്കുന്ന ഏറ്റവും മികച്ച 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അതിനായി ബജാജ് ലൈഫ് അവരുടെ BSE 500 ഡിവിഡൻഡ് ലീഡേഴ്സ് 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് ഇൻവെസ്റ്റ് ചെയ്ത ₹1 പോലും നഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. പക്ഷേ ഈ വരുന്ന ഡിസംബർ 18 വരെ മാത്രമാണ് ഈ NFOയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കത്തുള്ളൂ. അതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. കസ്റ്റമർ കെയറുമായിട്ട് മലയാളത്തിൽ സംസാരിച്ച് സംശയങ്ങൾ തീർക്കാം. അല്ലെങ്കിൽ വീട്ടിലോട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരാളെ ആവശ്യപ്പെടാനുള്ള സൗകര്യങ്ങളും അവിടെ കാണാൻ പറ്റും. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-7 വർഷങ്ങളിലായിട്ട് 33.6%, 22.3% CAGR റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബാങ്കിലൊക്കെ പൈസ ഇടുമ്പോൾ കിട്ടുന്ന 5-6%-ത്തേക്കാൾ എത്രയോ കൂടുതലാണ് ഇവിടെ നോക്കൂ. ഇവിടെ NAV 10 രൂപയാണ്. എത്ര വലിയ തുകയും നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മളടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവർ ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം രൂപ വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും ലഭിക്കുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടാകത്തില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 10,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ NFOയുടെ അവസാന തീയതി ഈ വരുന്ന ഡിസംബർ 18 വരെയാണ്. അതായത് ഇനി വെറും 5 ദിവസം കൂടി മാത്രം. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായിട്ട് മാറ്റിവെക്കാൻ കഴിയുന്ന തുക തിരഞ്ഞെടുക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം. ആദ്യം നമുക്ക് സൗദി അറേബ്യയുടെയും UAEയുടെയും ഒരു പങ്കാളിത്തത്തിന്റെ ചരിത്രമുണ്ടല്ലോ, അതിനെപ്പറ്റി സംസാരിക്കാമല്ലേ. ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ അഥവാ GCCയുടെ നെടുന്തൂണുകളായിരുന്നു സൗദിയും UAEയും. ഇരുവരും പാരമ്പര്യ രാജവാഴ്ചകളെന്ന സമാനമായിട്ടുള്ള രാഷ്ട്രീയ വ്യവസ്ഥകളും തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങളും ഒക്കെ പങ്കുവച്ചു. അമേരിക്കയുമായി അടുത്ത ബന്ധം, ആയുധങ്ങൾ വാങ്ങുന്നതിലെ മുൻഗണന തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർ ഒരേ നിലപാടാണ് എടുത്തത്. 2011 അറബ് ലോകത്ത് ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ശക്തമായപ്പോൾ അത് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന് ഭയന്ന് ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഇരുവരും ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയാണ്. 2011 ബഹ്റൈനിലെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ സൈന്യത്തെ ഒരുമിച്ചയച്ചതും ഈ ഐക്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 2015 സൗദി കിരീടാവകാശിയായിട്ട് മുഹമ്മദ് ബിൻ സൽമാൻ അഥവാ MBS ഉയർന്നു വന്നതോടെ ബന്ധം കൂടുതൽ ദൃഢമാകുകയാണ്. MBSും UAE ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സായിദ് MBCയും തമ്മിലുള്ള അടുത്ത വ്യക്തിബന്ധം നയപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ പ്രതിഫലിച്ച് കാണുകയാണ്. യമൻ ആഭ്യന്തര യുദ്ധത്തിലെ തന്ത്രങ്ങൾ ഏകോപിപ്പിച്ചതും മുസ്ലിം ബ്രദർഹുഡിനെ പോലെയുള്ള ഗ്രൂപ്പുകൾക്കെതിരെ കർശന നിലപാടെടുത്തതും 2017 ഖത്തർ ഉപരോധത്തിന് നേതൃത്വം നൽകിയതും ഇരുവരുടെ സഹോദര തുല്യമായിട്ടുള്ള സഖ്യമാണ് വ്യക്തമാക്കുന്നത്. ഈ ചരിത്രപരമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടും 2010കളുടെ അവസാനത്തോടെ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഒരു സൗഹൃദ മത്സരം എന്ന് കരുതിയത് ഇന്ന് അധികാരത്തിനും പ്രാദേശിക സ്വാധീനത്തിനും വേണ്ടിയുള്ള ഗൗരവമേറിയ ഒരു പോരാട്ടമായി പരിണമിച്ചിരിക്കുകയാണ്. ഗൾഫിലെ ഏറ്റവും ശക്തമായ ശക്തിയായി ആരുയർന്നു വരും എന്നതിലാണ് ഈ മത്സരം. ഈ മാറ്റത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തത് സാമ്പത്തിക മത്സരവും നയപരമായ നീക്കങ്ങളുമാണ്. വൈരാഗ്യത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക മേഖലയിലെ മത്സരം തന്നെയാണ്. പതിറ്റാണ്ടുകളായിട്ട് ദുബായ് പോലെയുള്ള നഗരങ്ങളിലൂടെ UAE മധ്യേഷ്യയിലെ പ്രധാന ബിസിനസ് ടൂറിസം ഹബ്ബായിട്ട് വളരുകയാണ്. എന്നാൽ സൗദി അറേബ്യ MBSന്റെ വിഷൻ 2030 പരിഷ്കാരങ്ങളിലൂടെ എണ്ണയിൽ നിന്നുള്ള ആശ്രയത്വം കുറച്ച് UAEയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്. വിമാന കമ്പനികൾ
കമ്പനികളുടെ മത്സരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ UAEയുടെ എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർലൈൻസുമായിട്ട് മത്സരിക്കാൻ സൗദി റിയാദ് എയർ എന്ന പുതിയ ദേശീയ വിമാന കമ്പനി ആരംഭിക്കുകയാണ്. $140 ബില്യൺ നിക്ഷേപിച്ച് സൗദിയെ പ്രാദേശിക യാത്രാ കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമം. പ്രാദേശിക ആസ്ഥാന നിയമത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 2021 സൗദി ഗവൺമെൻറ് ഒരു നിർണായക നയം കൊണ്ടുവരികയാണ്. സർക്കാർ കരാറുകൾ ആവശ്യമുള്ള ഒരുപാട് വിദേശ കമ്പനികൾ ഉണ്ടാകുമല്ലോ, അവർ 2024 തങ്ങളുടെ പ്രാദേശിക ആസ്ഥാനം സൗദി അറേബ്യയിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു നിയമം. UAEയിൽ നിന്ന് മൾട്ടിനാഷണൽ ബിസിനസ്സുകളെ ആകർഷിക്കാനുള്ള ഒരു നേരിട്ടുള്ള നീക്കമായിരുന്നു ഇത്. വ്യാപാര നിയമങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ UAEയുടെ പ്രധാന ആകർഷണങ്ങളൊന്നായിട്ടുള്ള ഫ്രീ ട്രേഡ് സോണുകളിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് നൽകിയിരുന്ന താരിഫ് ഇളവുകൾ സൗദി അവസാനിപ്പിക്കുകയാണ്. ഭൂരിഭാഗവും വിദേശ തൊഴിലാളികളുള്ള കമ്പനികൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഡ്യൂട്ടി രഹിത പ്രവേശനം നിഷേധിച്ച ഈ നീക്കം UAE ലക്ഷ്യമിട്ടാണെന്നുള്ളതാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അതായത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാൻ ഇരു രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ അവർ പരസ്പരം ബിസിനസ് പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ സാമ്പത്തിക വൈരാഗ്യം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. രണ്ടാമത്തത് യമൻ സംഘർഷത്തിലെ ഭിന്നതയാണ്. യമനിലെ ആഭ്യന്തര യുദ്ധവും സൗദി UAE ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുകയാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ആദ്യമൊക്കെ ഒരുമിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നതല്ലേ. എന്നാൽ ഒരുമിച്ച് ഇടപെട്ടെങ്കിലും 2018 അവരുടെ തന്ത്രങ്ങൾ രണ്ട് ദിശയിലാകുകയാണ്. സൗദി അറേബ്യ യമനിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിന്, അതായത് പ്രസിഡന്റ് ഹാദിക്ക് പിന്തുണ നൽകുകയാണ്. UAE ആകട്ടെ തെക്കൻ യമനിൽ തങ്ങൾ സ്പോൺസർ ചെയ്ത സദേൺ ട്രാൻസിഷൻ കൗൺസിൽ അഥവാ STCക്ക് പിന്തുണ നൽകുകയാണ്. STC എന്നുള്ളത് ഒരു സ്വതന്ത്ര തെക്കൻ യമൻ ലക്ഷ്യമിട്ടുള്ളവരാണ്. UAEയുടെ പിന്തുണയുള്ള ഈ മിലിഷ്യകൾ സൗദി പിന്തുണയുള്ള സർക്കാരിൻ്റെ സേനകളുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങുകയാണ്. 2019 UAE തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുകയും STCക്ക് പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ സഖ്യം തമ്മിലുള്ള വിശ്വാസക്കുറവ് പരസ്യമാകുകയാണ്. യമൻ സംഘർഷം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അവിശ്വാസം വളർത്തുന്ന ഒരു വേദിയായി മാറുകയാണ്. മൂന്നാമത്തെ കാരണം എണ്ണ നയത്തിലെ തർക്കങ്ങളാണ്. അതായത് OPEC പ്ലസ് എന്ന് പറയുമല്ലോ ആ ഒരു കൂട്ടായ്മയെ, എണ്ണ നയത്തിൽ സഹകരിച്ചിരുന്ന OPEC കൂട്ടായ്മയിൽ നിന്ന് പോലും ഈ വൈരാഗ്യം തലപൊക്കുകയാണ്. 2021 ജൂലൈയിൽ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാനുള്ള സൗദിയുടെ നിർദ്ദേശത്തെ UAE ശക്തമായിട്ട് എതിർക്കുകയാണ്. ഈ നിർദ്ദേശം തങ്ങളുടെ ഉൽപ്പാദന ശേഷിയെ കുറച്ച് കാണിക്കുന്നതും കോടിക്കണക്കിന് ഡോളർ നഷ്ടമുണ്ടാക്കുന്നതാണെന്നും UAE വാദിക്കുകയാണ്. ഇതൊരു അപൂർവമായിട്ടുള്ള പൊതുതർക്കത്തിന് വഴിതുറക്കുകയാണ്. ഒടുവിൽ ഒരു ഒത്തുതീർപ്പുണ്ടായെങ്കിലും OPEC പ്ലസ് തീരുമാനങ്ങളിൽ സൗദിയുടെ ആധിപത്യപരമായിട്ടുള്ള നിലപാടിനോട് UAEക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കിയത്. എണ്ണ പോലെ സുപ്രധാനമായിട്ടുള്ള മേഖലയിൽ പോലും ദേശീയ താൽപ്പര്യങ്ങൾ പരസ്പരം അകന്നു പോകുന്നതിൻ്റെ സൂചനയായിരുന്നു ഇത്. 4 ആഗോളതലത്തിലെ സ്വാധീന പോരാട്ടമാണ്. സൗദി UAE മത്സരം ഗൾഫ് മേഖലയ്ക്ക് പുറത്തും പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൊമ്പിലും ചെങ്കടൽ മേഖലയിലും ഒക്കെ വ്യാപിക്കുന്നുണ്ട്. ചെങ്കടലിലെ വ്യാപാര പാതകൾ സുരക്ഷിതമാക്കാൻ ഇരു രാജ്യങ്ങളും തുറമുഖങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ഒക്കെ തന്നെ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. സുഡാൻ സംഘർഷത്തെ പറ്റി പറയുവാണെങ്കിൽ 2023 സുഡാൻ സംഘർഷത്തിൽ സൗദിയും UAEയും വ്യത്യസ്ത സൈനിക വിഭാഗങ്ങൾക്കായിരുന്നു പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആഫ്രിക്കൻ മണ്ണിലെ ഒരു പ്രോക്സി മത്സരമായിട്ട് ഇത് മാറുകയാണ്. സ്വതന്ത്ര വിദേശ നയത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ UAE നമ്മുടെ ഇന്ത്യയായിട്ടും അതോടൊപ്പം ഇസ്രായേലുമായിട്ടും അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് ചേർന്ന് പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയാണ്. സൗദി ആകട്ടെ ഇറാനുമായിട്ട് നേരിട്ട് സംസാരിച്ച് ബന്ധം മെച്ചപ്പെടുത്തുകയാണ്. ഇരു രാജ്യങ്ങളും സ്വന്തം വിദേശ നയമാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ഇത് GCCയിലെ ഐക്യത്തെയാണ് ബാധിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള പിരിമുറുക്കത്തെ പറ്റി പറയുവാണെങ്കിൽ MBSഉം MBCയും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം തണുത്തതും ഈ വൈരാഗ്യത്തിന് ആക്കം കൂട്ടുകയാണ്. ഉന്നത തലത്തിലുള്ള ഈ പിരിമുറുക്കം തർക്കങ്ങൾ പരിഹരിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സംസാരിക്കേണ്ടത്. ഗൾഫിലെ ഈ രാഷ്ട്രീയ മാറ്റം കേരളത്തിലുള്ള നമ്മളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, മലയാളികളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂൺ തന്നെ ഗൾഫ് മേഖലയാണ് എന്നതിലാണ് ഉത്തരം. 1.5 ദശലക്ഷത്തിലധികം മലയാളികളാണ് ഈ രണ്ട് രാജ്യങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നത്. അവരുടെ പ്രവാസി പണം റെമിറ്റൻസ് കേരളത്തിന്റെ GDPയുടെ ഒരു വലിയ ഭാഗമാണ്. അതിനാൽ ഗൾഫിലെ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ അറബിക്കടലിന് കുറുകെ കേരളത്തിലെ ഓരോ കുടുംബത്തെയും ബാധിക്കുന്നു. ഒന്നാമത്തത് തൊഴിൽ സുരക്ഷിതത്വവും പുതിയ അവസരങ്ങളുമാണ്. വൈരാഗ്യത്തിന്റെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് തൊഴിൽ നൽകാനുള്ള നയങ്ങൾ, അതായത് സൗദീസേഷൻ, എമിറേറ്റേഷൻ കൂടുതൽ കർശനമാക്കിയാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനോ നാട്ടിലേക്ക് മടങ്ങാനോ ഉള്ള സാഹചര്യം വന്നേക്കാം. സൗദി നിതാഖത്ത് എന്ന നിയമങ്ങൾ നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ വലിയ ആശങ്കയും ഉണ്ടായിരുന്നു. എങ്കിലും സാമ്പത്തിക മത്സരം പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. സൗദി അറേബ്യ വിഷൻ 2030 പുതിയ നഗരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുമ്പോൾ നിർമ്മാണം, IT, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിൽ പുതിയ ജോലികൾ ഉണ്ടാവാം. കേരളത്തിലെ പ്രവാസി സമൂഹം ഈ മാറ്റങ്ങൾക്കനുസരിച്ച് സമയബന്ധിതമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏത് വിപണിയാണ് കൂടുതൽ ആകർഷണമെന്ന് നോക്കി തൊഴിലാളികൾക്ക് സൗദിയും UAEക്കും ഇടയിൽ മാറേണ്ടി വന്നേക്കാം. 2 പ്രവാസി പണവും സാമ്പത്തിക സ്ഥിരതയുമാണ്. ഗൾഫ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഏതൊരു അസ്ഥിരതയും പ്രവാസി പണത്തിന്റെ ഒഴുക്കിനെ ബാധിക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ മത്സരം എണ്ണവിലയെ ബാധിക്കുകയോ ബിസിനസിന്റെ വേഗത കുറയ്ക്കുകയോ ചെയ്താൽ അത് കേരളത്തിലെ കുടുംബ വരുമാനത്തെയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിരതയും നേരിട്ടായിരിക്കും ബാധിക്കാൻ പോകുന്നതല്ലേ. ഏതാനും വർഷം മുമ്പ് ഗൾഫ് സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായപ്പോൾ കേരളത്തിലെ പ്രവാസി പണത്തിലെ കുറവുണ്ടായത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ 4-1 കുടുംബങ്ങൾക്കും പ്രവാസി പണം ഒരു
ജീവനാഡിയാണ്. അതുകൊണ്ട് സൗദിയും UAEയും തങ്ങളുടെ മത്സര മേഖലയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഭീഷണിയാകാതെ നിയന്ത്രിക്കേണ്ടത് കേരളത്തിന് അത്യന്താപേക്ഷിതമാണ്. 3 നയതന്ത്രപരമായിട്ടുള്ള ഏകോപനമാണ്. അതായത് തർക്കം രൂക്ഷമായാൽ ഇപ്പോൾ പ്രവാസികൾക്ക് അവിടെ എന്തെങ്കിലും വിഷയം വരികയാണ്, അപ്പോൾ GCCയുമായിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു ചർച്ച നടത്താൻ പറ്റില്ല. അല്ലെങ്കിൽ മഹാമാരികളോ യുദ്ധങ്ങളോ പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഇന്ത്യക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാം. നിലവിലെ ഇരു രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ശക്തമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നതിനാൽ കേരളത്തിലെ നിക്ഷേപങ്ങൾക്കോ വ്യാപാരത്തിനോ പെട്ടെന്നൊരു ഭീഷണിയില്ല. എങ്കിലും ഈ സാഹചര്യം കേരളത്തിലെ നയരൂപകർത്താക്കൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും സൗദിയും UAEയും തമ്മിലുള്ള ഈ വൈരാഗ്യം ഗൾഫ് രാഷ്ട്രീയത്തിൽ വന്ന ഒരു നിർണായക മാറ്റമാണ്. ഒരുമയോടെ നീങ്ങിയിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ന് സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് മത്സരിക്കുന്നത്. എങ്കിലും ഇത് ഒരു തുറന്ന യുദ്ധമല്ല, മറിച്ച് അടുത്ത പങ്കാളികൾ തമ്മിലുള്ള കരുതലോടെയുള്ള ഒരു അധികാര മത്സരമാണെന്ന് ഓർക്കണം. ഇരു രാജ്യങ്ങൾക്കും സ്ഥിരതയും സഹകരണവും നിലനിർത്താൻ ഇപ്പോഴും വലിയ താല്പര്യങ്ങളുണ്ട്. നമ്മുടെ പ്രവാസികളുടെയും ഈ മേഖലയുടെയും സമൃദ്ധിക്കായിട്ട് തങ്ങളുടെ ഈ വ്യത്യാസങ്ങളെ നിയന്ത്രിച്ച് ഗൾഫ് മേഖലയിലെ സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗൾഫ് മേഖലയിലെ ഈ മാറ്റങ്ങൾ നമ്മളുടെ പ്രവാസികളുടെ ജീവിതത്തെയും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും നേരിട്ട് സ്വാധീനിക്കുന്നതിനാൽ ഈ സംഭവവികാസങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ഗൾഫും കേരളവും തമ്മിലുള്ള ഈ ശക്തമായിട്ടുള്ള ബന്ധം നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചതാണ്. ഇനിയും അത് തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗൾഫ് സമാധാനപരമായിട്ട് വളരുമ്പോൾ കേരളവും അഭിവൃദ്ധി പ്രാപിക്കുന്നു. നമ്മൾക്ക് ഈ മേഖലയിലെ സ്ഥിരതയ്ക്കായിട്ട് ആശംസിക്കാം. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഒരുപക്ഷെ നിങ്ങൾ GCC കൺട്രീസിലിരുന്ന് ജോലി ചെയ്യുന്ന ആളായിരിക്കുമല്ലേ? അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും, നിങ്ങളുടെ ജോലിയെ ബാധിക്കും എന്നുള്ളത്, കേരളത്തെ ബാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡിസംബർ 18 വരെയാണ് നിങ്ങൾക്ക് INFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി വെറും 5 ദിവസം കൂടി മാത്രം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.